എന്തുകൊണ്ടാണ് ഖുർആനിൽ ഇത്രയധികം വൈരുദ്ധ്യങ്ങൾ വന്ന് പെട്ടത്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ കാരണവും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. മുഹമ്മദ് 23 വർഷക്കാലം തൻ്റെ ജീവിത സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് അപ്പോൾ തനിക്ക് യുക്തമെന്ന് തോന്നിയത് അല്ലെങ്കിൽ തനിക്ക് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ്. അങ്ങനെ വിളിച്ചു പറയുമ്പോൾ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വ്യത്യസ്തവും വിരുദ്ധവുമാകുമ്പോൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളും വിരുദ്ധമാകും. ആ കാര്യങ്ങൾ മാത്രം സന്ദർഭവും സാഹചര്യവും ഒന്നും വിവരിക്കാതെ വാരിക്കൂട്ടി ഒരു പുസ്തകമാക്കിയാൽ ആ പുസ്തകത്തിൽ പറയുന്ന വാചകങ്ങൾ പരസ്പര വിരുദ്ധമായിട്ട് തന്നെ അവിടെ കിടക്കും. അങ്ങനെയാണ് ഖുർആനിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായത്. ഒരു പുസ്തകം എന്ന രീതിയിൽ തയ്യാറാക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പ്രീ പ്ലാൻ ചെയ്ത് കൊടുത്തയച്ച ഒരു കാര്യമാണ് ഈ പുസ്തകത്തിലുള്ളതെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ അതിനകത്തുണ്ടാവില്ല. ഒരു ദൈവം പോട്ടെ, തലക്ക് വെളിവുള്ള ഒരു മനുഷ്യൻ തയ്യാറാക്കിയ പുസ്തകമാണെങ്കിൽ പോലും അതിനകത്ത് ഇത്തരം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവില്ല. കാരണം ഒരു വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് ക്ലിയറായിട്ടും വ്യക്തമായിട്ടും ലളിതമായിട്ടും മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനാണ് തലക്ക് വെളിവുള്ള ഒരാൾ, അത് ദൈവമായാലും മനുഷ്യരായാലും, ഇങ്ങനെയുള്ള പുസ്തകങ്ങളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മുഹമ്മദിന് ഓരോ സന്ദർഭത്തിലും അപ്പോൾ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ വന്ന വൈരുദ്ധ്യങ്ങളുടെ ഏതാനും ഉദാഹരണങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. അതേ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് ആ വാക്യങ്ങളൊക്കെ മുഹമ്മദ് അവതരിപ്പിച്ച സന്ദർഭം എന്താണ്, അതിൻ്റെ ചരിത്രപരമായ സാഹചര്യം എന്താണ് എന്ന് പരിശോധിച്ചാൽ ഈ വൈരുദ്ധ്യങ്ങൾ വന്നതിൻ്റെ കാരണവും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി ഞാൻ ആ സാഹചര്യങ്ങൾ എന്താണ് എന്നാണ് ചെറുതായിട്ട് ഒന്ന് വിശദീകരിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞ അതേ ഉദാഹരണങ്ങൾ തന്നെ എടുത്തുകൊണ്ട് അത് അവതരിപ്പിച്ച സന്ദർഭം എന്തായിരുന്നു എന്നാണ് പരിശോധിക്കുന്നത്. ക്രിസ്ത്യാനികളും ജൂതന്മാരും പിന്നെ മുശ്രിക്കുകളുമായിട്ടുള്ള ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച ഖുർആൻ വചനങ്ങളിലെ വൈരുദ്ധ്യങ്ങളാണ് ഞാൻ ആദ്യം ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. ഒരു ദൈവം തൻ്റെ സൃഷ്ടികളോട് ലോകാവസാനം വരെ അവരെങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു പുസ്തകം ഇറക്കിയാൽ ആ പുസ്തകത്തിൽ ജൂതർ, ക്രിസ്ത്യാനികൾ, മുശ്രിക്കുകൾ അവരെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മനുഷ്യരെ എങ്ങനെ ജാതിയും മതവും പറഞ്ഞ് വേർതിരിച്ച് ആ രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രശ്നമേ ആ പുസ്തകത്തിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം മനുഷ്യരെ ഒന്നായി കാണുന്ന ഒരു സ്രഷ്ടാവ് തൻ്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് പൊതുവായ നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നല്ലാതെ നിങ്ങൾ മുശ്രിക്കുകളോട് ഇങ്ങനെ ചെയ്യണം, ക്രിസ്ത്യാനികളോട് അങ്ങനെ ചെയ്യണം, ജൂതന്മാരോട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്രിസ്തു മതവും ജൂതമതവും മുശ്രിക്കുകളുടെ മതമൊക്കെ ലോകാവസാനം വരെ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് ഈ ലോകത്ത് സൃഷ്ടിക്കാൻ പോകുന്നതെങ്കിൽ ആ ദൈവത്തിന് യാതൊരു വെളിവുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അതവിടെ നിൽക്കട്ടെ. ഈ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ഒരു സ്ഥലത്ത് പറഞ്ഞു, 5-ാം അധ്യായത്തിലെ 82-ാം വാക്യത്തിൽ പറഞ്ഞു, ക്രിസ്ത്യാനികൾ വളരെ നല്ല കൂട്ടരാണ്, അവരുമായിട്ട് നമുക്ക് സൗഹാർദ്ദമാവാം, അവർക്ക് യാതൊരു അഹങ്കാരവുമില്ല എന്നൊക്കെ പറഞ്ഞ് ക്രിസ്ത്യാനികൾ അങ്ങേയറ്റം പുകഴ്ത്തുന്ന ഒരു വാചകമായിരുന്നു 5-ാം അധ്യായത്തിലെ 82-ാം വാക്യം. അതോടൊപ്പം തന്നെ ജൂതന്മാരെയും ബഹുദൈവാരാധകരായ മുശ്രിക്കുകളെയും അതിനകത്ത് അധിക്ഷേപിക്കുന്നുമുണ്ട്. അപ്പോൾ ഒരു വാക്യത്തിൽ ജൂതന്മാരെ മോശക്കാരാക്കി ക്രിസ്ത്യാനികളെ നന്നാക്കി പുകഴ്ത്തിക്കൊണ്ട് പറയുന്നു. അത് കഴിഞ്ഞ് 5-ാം അധ്യായത്തിലെ 5-ാം വാക്യത്തിൽ പറഞ്ഞത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിട്ടുള്ള വേദക്കാർ, അവർ രണ്ട് കൂട്ടരും വലിയ കുഴപ്പക്കാരല്ല, അവരുമായിട്ട് നമുക്ക് കുടുംബ ബന്ധങ്ങൾ വരെ ആവാം, അവരിൽ നിന്ന് നമുക്ക് വിവാഹബന്ധമാവാം, അവരെ ഭക്ഷണം കഴിക്കാം, നമ്മളെ ഭക്ഷണം അവർക്കും കഴിക്കാം, അങ്ങനെ ഒരു സമുദായം പോലെ തന്നെ ജീവിക്കാൻ ഒരു പ്രശ്നമില്ല എന്നാണ് 5-ാം അധ്യായത്തിലെ 5-ാം വാക്യത്തിൽ പറഞ്ഞത്. അപ്പോൾ ആദ്യം പറഞ്ഞ ക്രിസ്ത്യാനികൾ നല്ല കൂട്ടരാണെന്ന് പറഞ്ഞ് പുകഴ്ത്തിയ ഒരു സന്ദർഭം എന്താണ്? ആ സന്ദർഭം അത് മുഹമ്മദ് മക്കയിൽ തൻ്റെ കുറച്ച് അനുയായികളെ ആദ്യഘട്ടത്തിൽ നാട് കടത്തിയിരുന്നു. നാട് കടത്തുക എന്ന് പറഞ്ഞാൽ എത്യോപ്യയിലേക്ക്, ആഫ്രിക്കയിലെ എത്യോപ്യയിലേക്ക് പറഞ്ഞയച്ചിരുന്നു. അങ്ങോട്ട് പറഞ്ഞേക്കാൻ കാരണം അവിടെ അവർക്ക് നേരത്തെ തന്നെ കച്ചവടത്തിലൂടെയും മറ്റും ബന്ധവും പരിചയവുമുള്ള സൗഹൃദമുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ. അവരെടുത്തേക്കാണ് പറഞ്ഞയച്ചത്. അപ്പോൾ അവിടുത്തെ രാജാവായിരുന്ന നെഗാസും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ക്രിസ്ത്യൻ പുരോഹിതന്മാരും ഒക്കെ ഇവരുടെ സുഹൃത്തുക്കളായിരുന്നു. അവരെടുത്തേക്ക് മുഹമ്മദ് ഒരു സംഘത്തെ പറഞ്ഞയച്ചു. അവർ അവിടെ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മുഹമ്മദിൻ്റെ പ്രവാചകത്വം, മുഹമ്മദിൻ്റെ വെളിപാടുമൊക്കെ പറഞ്ഞപ്പോൾ അവർ കൗതുകം കൊണ്ട് ആ വെളിപാടുകളൊക്കെ അവരോട്
പാടാൻ പറഞ്ഞു. അങ്ങനെ അവർ വെളിപാടുകളൊക്കെ പാടിക്കൊടുത്തപ്പോൾ അവർക്ക് ക്രിസ്ത്യാനികളെ പുകഴ്ത്തുന്ന കുറച്ച് വെളിപാടുകളൊക്കെ അവരവിടെ പോയിട്ട് ഓതിക്കൊടുത്തപ്പോൾ അവർക്കത് ഇഷ്ടമാവുകയും അങ്ങനെ അവർ ഇവരുമായിട്ടൊരു നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. അവിടുന്ന് കുറച്ച് പ്രതിനിധികളെ ഇങ്ങോട്ട് പറഞ്ഞയക്കുകയും അവർ മുഹമ്മദിനെ തന്നെ വന്ന് കണ്ടുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ മുഹമ്മദ് അവർക്ക് ഈ ക്രിസ്ത്യാനികളെ പുകഴ്ത്തുന്ന കുറേ ഖുർആൻ വാക്യങ്ങളൊക്കെ ഓതി കേൾപ്പിച്ചപ്പോൾ അവർക്കും വലിയ ഇഷ്ടമായി. അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം പൊടിഞ്ഞു എന്നൊക്കെയാണ് തഫ്സീറുകളിൽ എഴുതി വച്ചിരിക്കുന്നത്. അതൊക്കെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ആവേശം കൊണ്ട്, സന്തോഷം കൊണ്ട് മുഹമ്മദ് പറഞ്ഞതാണ്, ക്രിസ്ത്യാനികൾ നല്ല കൂട്ടക്കാരാണ്, അവർക്ക് യാതൊരു അഹങ്കാരവും ഇല്ല, അവർ നല്ല വിവരമുള്ളവരാണ്, നല്ല മനുഷ്യന്മാരാണ്, എന്നാൽ ജൂതന്മാർ മഹാതല്ലിപ്പുള്ളികളാണ്, മുശ്രിക്കുകൾ അതിനേക്കാളും തല്ലിപ്പുള്ളികളാണ് എന്ന് പറയുന്ന ഈ വാക്യം ആദ്യം പറഞ്ഞ 5:82 പറഞ്ഞ വാക്യം അങ്ങനെയാണ് അവതരിച്ചത്. അത് കഴിഞ്ഞ് വേദക്കാരായ ആൾക്കാരുടെ ഭക്ഷണം നമുക്ക് കഴിക്കാം, അവിടെ പോയി പെണ്ണ് കെട്ടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദക്കാരെ മൊത്തം പുകഴ്ത്തിയ വാചകം 5-ാം അധ്യായത്തിലെ 5-ാം വാക്യം. അവിടെ ക്രിസ്ത്യാനിയും ജൂതനും കുഴപ്പമില്ല, രണ്ടു കൂട്ടരെയും ഒരുപോലെ പുകഴ്ത്തുന്നതാണ് അവിടെ പറയുന്നത്. അവരുമായിട്ട് വിവാഹബന്ധം വരെ ആവാം എന്ന് പറയുന്ന ഈ വാചകം അവതരിച്ചതിൻ്റെ പശ്ചാത്തലം പറയുന്നത്, ഈ മക്കയിൽ നിന്ന് മദീനയിലെത്തിയ മക്കക്കാരായ പെണ്ണുങ്ങൾ, മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളായ പെണ്ണുങ്ങൾ ഈ മദീനയിലുള്ള ജൂതന്മാരുടെ പെണ്ണുങ്ങളോടും മദീനയിലുള്ള മറ്റ് ജൂതന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്ന പെണ്ണുങ്ങളോടും പൊങ്ങച്ചം പറഞ്ഞു. ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒന്നല്ല, ഞങ്ങളാണ് വലിയ മുന്തിയ മതക്കാർ എന്ന രീതിയിൽ ഇസ്ലാം മതത്തിൻ്റെ പോരിശ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മറ്റവരെ ഇകഴ്ത്തിക്കൊണ്ട് പൊങ്ങച്ചം പറഞ്ഞു. അത് മുഹമ്മദ് കേട്ടപ്പോൾ മുഹമ്മദിന് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം മുഹമ്മദ് ആ സമയത്ത് ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലൊക്കെ പ്രതീക്ഷ വെച്ചിരിക്കുന്ന ഒരു സമയമാണ്. അവരുടെയൊക്കെ സഹകരണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് അവരെക്കുറിച്ച് മോശമായിട്ട് പെണ്ണുങ്ങളിങ്ങനെ പൊങ്ങച്ചം പറഞ്ഞപ്പോൾ മുഹമ്മദ് അവരോട് പറഞ്ഞതാണ്, അങ്ങനെയല്ല, വേദക്കാരായിട്ടുള്ള ആൾക്കാർ അവരുമായിട്ട് നമുക്ക് നല്ല ബന്ധമാവാം, അവരുടെ ഭക്ഷണം കഴിക്കാം, അവരെ വീട്ടിൽ പോയി കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ വാചകം അങ്ങനെ ഒരു സന്ദർഭത്തിൽ പറഞ്ഞതാണ് എന്നാണ് തഫ്സീറുകളിൽ കാണുന്നത്. ഇനി അതിനേക്കാളും വലിയ മതേതരത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള വാചകം 2-ാം അധ്യായത്തിലെ 62-ാം വാക്യത്തിൽ മതം ഏതായാലും മനുഷ്യന് മോക്ഷം കിട്ടും എന്ന് പറയുന്ന വാക്യം. ആ വാക്യം അവതരിച്ചത് അതിനേക്കാളും സ്പെസിഫിക് ആയിട്ടുള്ള മറ്റൊരു സന്ദർഭത്തിലാണ്. അതും വളരെ പേഴ്സണലായിട്ടുള്ള, വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രത്യേക സന്ദർഭത്തിൽ മുഹമ്മദ് പറഞ്ഞു പോയതാണ്. എന്താ പറഞ്ഞത്? ജൂതനാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, സാബിയാവട്ടെ, ആരായിക്കോട്ടെ, അവർ അന്ത്യദിനത്തിലും ദൈവത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവർക്ക് മോക്ഷം കിട്ടും, അവരാരും പേടിക്കേണ്ടതില്ല, ബേജാറാവേണ്ടതില്ല എന്നാണ് ഈ വാചകത്തിൽ പറയുന്നത്. അങ്ങനെ പറയാനുണ്ടായ കാരണം സൽമാൻ ബിൻ ഫാരിസ് എന്ന് പറയുന്ന സഹാബിയാണ്. ഈ സൽമാൻ മുഹമ്മദിൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു. മാത്രമല്ല മുഹമ്മദിന് ഈ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ബൈബിൾ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നതിൽ ഒരു പ്രധാനിയായിരുന്നു ഈ സൽമാൻ. സൽമാന് ജൂതന്മാരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ജൂത പുരോഹിതന്മാരുമായിട്ടും ജൂത നേതാക്കന്മാരുമായിട്ടൊക്കെ വളരെ നല്ല ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സൗഹൃദ ബന്ധമുണ്ടായിരുന്ന ആളാണ് സൽമാൻ മദീനയിൽ. അപ്പോൾ ഈ സൽമാൻ എപ്പോഴും മുഹമ്മദിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഒക്കെ ജൂതന്മാരുടെ നന്മകൾ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. അവർ നല്ല ആൾക്കാരാണ്, അവർക്ക് നല്ല അറിവുണ്ട്, അവർ വളരെ ഉയർന്ന സംസ്കാരമുള്ളവരാണ് എന്ന രീതിയിൽ ജൂതന്മാരെ ഇങ്ങനെ പുകഴ്ത്തും. അങ്ങനെ പുകഴ്ത്തിയപ്പോൾ മുഹമ്മദ് ഒരിക്കൽ പറഞ്ഞിട്ടെന്താ കാര്യം, അവരൊക്കെ നരകത്തിലെ വിറകാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സൽമാൻ്റെ മുഖം പെട്ടെന്ന് വല്ലാതെ വാടിപ്പോയി. സൽമാൻ ഇങ്ങനെ മുഖം വാടി ഗ്ലൂമി ആയിട്ട് കുറേ നേരം ഇരിക്കുന്നു. അത് കണ്ടപ്പോൾ മുഹമ്മദിന് വിഷമം തോന്നി. കാരണം മുഹമ്മദിന് സൽമാൻ അത്രയും അടുത്ത ആളാണ്, ഒരുപാട് ഉപകാരം ചെയ്യുന്ന ആളാണ്. അപ്പോൾ സൽമാൻ മൂഡ് ഔട്ടായിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ മുഹമ്മദിന് വിഷമം തോന്നി. അപ്പോൾ സൽമാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ജൂതനാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ സൽക്കർമ്മം ചെയ്താൽ നല്ല മനുഷ്യരാണെങ്കിൽ അവർ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ആദ്യം പറഞ്ഞ കാര്യം തിരുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ തന്നെ സൽമാന് വേണ്ടിയിട്ട് ഒരു ആയത്ത് അങ്ങോട്ട് വെച്ച് കാച്ചി. അത് കേട്ടപ്പോൾ സൽമാന് വലിയ സന്തോഷമായി. സൽമാൻ തന്നെ പറയുന്ന വാചകം തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, എൻ്റെ തലയിൽ നിന്നൊരു വലിയ മലയുടെ ഭാരം അങ്ങോട്ട് ഇറക്കി വെച്ചതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ എന്ന് സൽമാൻ പറയുന്നുണ്ട്. അപ്പോൾ
ജൂതന്മാർ നരകത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ വേദനിക്കുകയും ജൂതന്മാർ നല്ലവരാണെങ്കിൽ അവർ സ്വർഗത്തിൽ തന്നെ ആവും എന്ന് ആയത്തിറക്കിയപ്പോൾ സന്തോഷിക്കുകയും ചെയ്തു സൽമാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൽമാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഈ ആയത്ത്. ഈ ആയത്താണ് ഇപ്പോൾ ഇന്ന് ചേകന്നൂർ മൗലവിയെ പോലുള്ള ആളുകളൊക്കെ പൊക്കി കാണിച്ചുകൊണ്ട് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത്. അതാണ് ആ ആയത്തിറങ്ങിയ പശ്ചാത്തലം. ഇനി 98-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യത്തിൽ എത്തുമ്പോഴേക്ക് മുശ്രിക്കുകളുടെ കൂടെ തന്നെ ഈ വേദക്കാരും സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടരും നരകത്തിലെ വിറകുമാണ്. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടരുമാണ്, നരകത്തിലെ വിറകുമാണ് ജൂതരും ക്രിസ്ത്യാനികളും മുശ്രിക്കുകളും എന്നാണ് 98-ാം അധ്യായത്തിലെ 6-ാം വാക്യത്തിൽ വരുന്നത്. അത് മക്കയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട സമയത്ത് മുഹമ്മദ് പറഞ്ഞതാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളെ തെറി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മുഹമ്മദിൻ്റെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് കൂടെ വരാതിരുന്ന ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുഹമ്മദ് ചീത്ത വിളിച്ചതാണ് ഈ 98-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യം, സൃഷ്ടികളിൽ വെച്ച് നികൃഷ്ടർ എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞത് ജനങ്ങളുടെ കൂട്ടത്തിൽ, നാട്ടുകാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ എന്നാണ് ക്രിസ്ത്യാനികളെക്കുറിച്ച് പറഞ്ഞത്. അതേ ക്രിസ്ത്യാനികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സൃഷ്ടികളിൽ നികൃഷ്ടർ എന്ന് പിന്നീട് പറയുന്നത്. ഇനി ക്രിസ്ത്യാനികളെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുന്ന മറ്റൊരു വാചകമാണ് 5-ാം അധ്യായത്തിലെ 14-ാമത്തെ വാക്യം. ക്രിസ്ത്യാനികൾക്കിടയിൽ ലോകാവസാനം വരെ വിദ്വേഷവും ശത്രുതയും ഞാൻ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളെ അങ്ങേയറ്റം ചീത്ത വിളിക്കുന്ന വാക്യം. അത് അവതരിച്ച പശ്ചാത്തലം പറയുന്നത് മദീനയിലെ ഏതാണ്ട് അവസാന കാലഘട്ടത്തിൽ മദീനയിലെ ജൂതഗോത്രങ്ങളെയൊക്കെ ഓടിക്കുകയും കൊന്നൊടുക്കുകയും അവരൊക്കെ കീഴടക്കുകയും ചെയ്തതിന് ശേഷവും അവിടെ കുറേ ക്രിസ്ത്യാനികൾ ബാക്കിയുണ്ടായിരുന്നു. മദീനയിലല്ല, അറേബ്യയുടെ തെക്ക് ഭാഗത്ത് യമനിലൊക്കെ നജ്റാനിലൊക്കെ കുറേ ക്രിസ്ത്യാനികൾ ബാക്കിയുണ്ടായിരുന്നു. ഈ ക്രിസ്ത്യാനികളുമായിട്ട് മുഹമ്മദ് അവരെ മതം മാറ്റാൻ വേണ്ടിയിട്ടുള്ള തർക്കങ്ങളും സംവാദങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ആ സംവാദങ്ങളിലൊക്കെ അവർ മുന്നിട്ട് നിൽക്കുകയും മുഹമ്മദ് വെള്ളം കുടിക്കുകയും മുഹമ്മദിനെ അവർ ഉത്തരം മുട്ടിക്കുകയും ചെയ്തുകൊണ്ട് അവരോട് മുഹമ്മദിന് അവസാനം തീർത്താ തീരാത്ത കലിപ്പായി. ആ കലിപ്പിൻ്റെ സന്ദർഭത്തിൽ അവരെക്കുറിച്ച് പറഞ്ഞതാണിത്. അവരുടെ ഇടയിൽ ക്രിസ്ത്യാനികൾ 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ 2 ഗ്രൂപ്പുകൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോകാവസാനം വരെ നിങ്ങളുടെ ഇടയിൽ ഞാൻ ഇതുപോലെ ഗ്രൂപ്പിസവും വിദ്വേഷവും ശത്രുതയും ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ശപിച്ചുകൊണ്ട് അവരെ തെറി വിളിച്ചതാണ് 5-ാം അധ്യായത്തിലെ 14-ാമത്തെ വാക്യം. അപ്പോൾ നജ്റാനിലെ ക്രിസ്ത്യാനികൾ മുഹമ്മദിനെ ആശയപരമായി തോൽപ്പിക്കുകയും സംവാദം നടത്തി തോൽപ്പിക്കുകയും ചെയ്തപ്പോൾ അവരോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഈ വാക്യം. 5-ാം അധ്യായത്തിലെ തന്നെ 51-ാമത്തെ വാക്യത്തിൽ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും നിങ്ങൾ ഒരിക്കലും കൂട്ടുകാരാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയ ഒരായത്തുണ്ട്. അത് മുഹമ്മദിൻ്റെ കൂടെയുള്ള 2 പേര് തമ്മിൽ ഒരു ചെറിയ തർക്കമുണ്ടായി മുഹമ്മദിൻ്റെ മുമ്പിൽ വെച്ചിട്ട്. ആ തർക്കം എന്താണെന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞ് ഞാൻ മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ ആയിട്ട് ഉള്ള കച്ചവട ബന്ധവും അതുപോലെയുള്ള ബന്ധങ്ങളും ഞാൻ നിലനിർത്തും എന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ അവരുമായിട്ടൊക്കെയുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 പേരും 2 നിലപാടെടുത്തു. ഈ 2 നിലപാടും കൂടെ മുഹമ്മദിൻ്റെ മുമ്പിൽ ഒരു തർക്ക വിഷയമായി വന്ന സമയത്ത് മുഹമ്മദ് പറഞ്ഞതാണ് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും മുശ്രിക്കുകളെയും നിങ്ങൾ ഒരിക്കലും കൂട്ടുകാരാക്കരുത്. അവരെ കൂട്ടുകാരാക്കിയാൽ നിങ്ങളും അവരിൽപ്പെട്ടവരാകും, നിങ്ങൾ വലിയ അക്രമികളാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബന്ധം വിച്ഛേദിച്ച ആൾക്ക് അനുകൂലമായിട്ടും ബന്ധം വിച്ഛേദിക്കില്ല എന്ന് പറഞ്ഞ ആൾക്കെതിരായിട്ടും പറഞ്ഞതാണ് 5-ാം അധ്യായത്തിലെ 51-ാമത്തെ വാക്യം എന്നാണ് തഫ്സീറുകളിൽ കാണുന്നത്. പിന്നെ 9-ാം അധ്യായത്തിൽ മിക്കവാറും വാളിൻ്റെ വചനങ്ങളാണ്, യുദ്ധം ചെയ്യുന്ന വചനങ്ങളാണ്. അത് മക്ക കീഴടക്കാൻ പോകുന്ന സമയത്തും കീഴടക്കിയതിന് ശേഷം മറ്റു ജൂതഗോത്രങ്ങളൊക്കെ ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടിയിട്ടും ഇറക്കിയിട്ടുള്ള യുദ്ധത്തിൻ്റെ വെളിപാടുകളാണ്. അത് പ്രതിരോധമല്ല, നേരിട്ടുള്ള അക്രമത്തിന് തന്നെ ആഹ്വാനം ചെയ്യുന്ന വചനങ്ങളാണ് തൗബ എന്ന് പറയുന്ന 9-ാം അധ്യായത്തിൽ കാണുന്നതെല്ലാം. അതിനകത്ത് കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്നും ദീൻ മുഴുവൻ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെതാകുകയും എല്ലാ ഫിത്നകളും അവസാനിക്കുകയും ചെയ്യുന്നതുവരെ യുദ്ധം ചെയ്യലാണ് മുസ്ലിങ്ങളുടെ കടമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് പിരികയറ്റുന്നതാണ് അതിലുള്ള വാക്യങ്ങൾ. അവിടെ ക്രിസ്ത്യാനിയും ജൂതനും മുശ്രിക്കുമൊക്കെ യുദ്ധം ചെയ്ത് കൊന്നൊടുക്കപ്പെടേണ്ട, തോൽപ്പിക്കപ്പെടേണ്ട, കീഴടക്കപ്പെടേണ്ട ശത്രുക്കളായിട്ടാണ് പറയുന്നത്. അവിടെ ആദ്യം പറഞ്ഞ നിലപാടൊന്നും അവിടെ ഇല്ല.
ഇനി 9-ാം അധ്യായത്തിലെ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുന്നത് അവരും സിർക്ക് ചെയ്യുന്നവരാണ്, മുശിരിക്കുകളാണെന്നാണ്. നേരത്തെ പറഞ്ഞത് ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് വിവാഹം കഴിക്കാം, ഭക്ഷണം കഴിക്കാം എന്നാണ്. പക്ഷേ 9-ാം അധ്യായത്തിലെ 31-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്ത്യാനികൾ മുശിരിക്കുകളാണ് എന്നാണ്. തുടർന്ന് 2-ാം അധ്യായത്തിലെ 221-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് മുശിരിക്കുകളെ ഒരിക്കലും വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന വാക്യമാണ്. അപ്പോൾ മുശിരിക്കുകളായ കുടുംബത്തിൽ നിന്ന് നമ്മൾ വിവാഹം ചെയ്യാനേ പാടില്ല എന്ന് പറയുന്ന വാക്യം, ആ വാക്യം ക്രിസ്ത്യാനികൾ മുശിരിക്കുകളാണ് എന്ന വാക്യം കൂടെ ചേർത്ത് വെച്ചാൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് വരിക. അങ്ങനെ തന്നെയാണ് മുസ്ലിങ്ങൾ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത്. ഈ മുശിരിക്കുകളുടെ വീട്ടിൽ നിന്ന് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന ആയത്ത് ഇറങ്ങിയതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? അതും തഫ്സീറുകളിൽ പറയുന്നുണ്ട്. മർത്താദ് എന്ന് പറയുന്ന ഒരു വിശ്വാസി മക്കയിലെ അവിശ്വാസികളായ കുടുംബത്തിൽ നിന്ന്, മുശിരിക്കുകളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിരുന്നു. സുന്ദരിയായ ഒരു പെണ്ണിനെ ഈ മർത്താദ് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അവൾ മുസ്ലിം ആയിട്ടില്ല, അവൾ മുശിരിക്കാണ്. അപ്പോൾ ഈ മുശിരിക്കായ സുന്ദരി പെണ്ണിനെ കല്യാണം കഴിച്ചോട്ടെ എന്ന് മുഹമ്മദിൻ്റെ അടുത്ത് ഇയാൾ വന്നിട്ട് സമ്മതം ചോദിച്ചു. അതേസമയത്ത് വേറൊരുത്തൻ, അബ്ദുല്ലാ ഇബ്നു റബാഹ എന്ന് പറയുന്ന ഒരുത്തൻ മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സംഭവം പറഞ്ഞു. എൻ്റെ അടിമയായ പെണ്ണിനെ ഞാൻ ഒന്ന് ഇടിച്ചു, എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാനൊന്ന് ഇടിച്ചു, പക്ഷേ എനിക്കിപ്പോൾ അതിൽ കുറ്റബോധമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി അയാളോട് ചോദിച്ചു, എന്തിനാപ്പോൾ ഒരു അടിമേനെ ഇടിച്ചതിനകത്ത് എത്ര വലിയ കുറ്റബോധം എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അവൾ 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമാണ്, അതുകൊണ്ട് എനിക്ക് ഒരു കുറ്റബോധം തോന്നുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ അതിന് പ്രായശ്ചിത്തമായിട്ട് ഒരു ഐഡിയയും പറഞ്ഞു. ഞാൻ അവളെ അങ്ങോട്ട് സ്വതന്ത്രയാക്കിയിട്ട് അവളെ തന്നെ ഞാനങ്ങ് കെട്ടിയാലോ എന്നൊരഭിപ്രായം അബ്ദുല്ലാ ഇബ്നു റവാഹ പറഞ്ഞു. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് സുന്ദരിയായ ഒരു കാമുകിയുണ്ട്, അവൾ മുശരിക്കാണ്, അവളെ ഞാൻ കെട്ടിയാലോ എന്ന് സംശയം ചോദിച്ചു. അതേ സമയത്ത് തന്നെ അബ്ദുല്ലാ ഇബ്നു റവാഹ വന്നിട്ട്, ഞാൻ എൻ്റെ അടിമ പെണ്ണിനെ സ്വതന്ത്രയാക്കിയിട്ട് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ അടിമ പെണ്ണ് മുസ്ലിമാണ്, മറ്റേ സുന്ദരി പെണ്ണ് മുശരിക്കാണ്. അതിന് ഈ 2 പേർക്കും കൂടെയുള്ള ഒരു പ്രതിവിധിയായിട്ടാണ് മുശരിക്കുകളെ നിങ്ങൾ വിവാഹം ചെയ്യരുത്, മുശരിക്കുകളെ വിവാഹം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു അടിമയെ വിവാഹം ചെയ്യലാണ്, മുസ്ലിമായ ഒരു അടിമയെ വിവാഹം ചെയ്യലാണ് എന്ന് പറയുന്ന 2-ാം അധ്യായത്തിലെ 221-ാം വാക്യം അങ്ങനെയാണ് അവതരിപ്പിച്ചത് എന്നാണ് തഫ്സീറുകളിൽ കാണുന്നത്. അതോടുകൂടി ക്രിസ്ത്യാനികളിൽ നിന്നും കല്യാണം കഴിക്കാൻ പാടില്ലാതെ വരികയും ചെയ്തു. കാരണം ക്രിസ്ത്യാനികൾ മുശരിക്കാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, മുശരിക്കുകളെ കല്യാണം കഴിക്കരുത് എന്ന് ഇവിടെയും പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും മറ്റു മതവിശ്വാസികളെയും സംബന്ധിച്ച് മുസ്ലിങ്ങൾ എന്ത് സമീപനം സ്വീകരിക്കണം എന്ന നിലപാടിൽ ഖുർആനിൻ്റെ ഉള്ളടക്കത്തിൽ നമ്മൾ കാണുന്ന വൈരുദ്ധ്യങ്ങളുടെ അവസ്ഥ. ഈ വൈരുദ്ധ്യങ്ങൾ വരാനുള്ള കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓരോ വാക്യവും പറഞ്ഞത് ഓരോ പ്രത്യേക സന്ദർഭത്തിൽ ഓരോ ആൾക്കാർ വന്നിട്ട് ഓരോരോ വിഷയങ്ങൾ പറയുമ്പോഴും ഓരോ ആൾക്കാർ ഓരോ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോഴും അതിന് മറുപടിയായിട്ടും പരിഹാരമായിട്ടും മുഹമ്മദിന് തോന്നിയ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികൾ നല്ല കൂട്ടരാണ്, അവരെ കല്യാണം കഴിക്കാം, അവർ അഹങ്കാരമില്ലാത്തവരാണ് എന്ന് പറയുക. വേറൊരു സ്ഥലത്ത് ക്രിസ്ത്യാനികൾ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടരാണ്, അവരുമായിട്ടൊരു സൗഹൃദം പോലും പാടില്ല എന്ന് വേറൊരു സ്ഥലത്തും പറയുക. ഇത് രണ്ടും വരാൻ കാരണം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവിടെ ഏതെങ്കിലും 1-2 ക്രിസ്ത്യാനികളുമായിട്ടുണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ മുഹമ്മദിന് പറയേണ്ടി വന്നതാണിത്. ഇതൊക്കെ ഇങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് ഒരു വിഭാഗത്തിൻ്റെ, സമുദായത്തിൻ്റെ, മതത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് പറയേണ്ട കാര്യങ്ങളാണോ എന്ന് സാമാന്യ ബുദ്ധിയുള്ള നമ്മൾക്ക് ആലോചിക്കാവുന്നതാണ്. ഇന്ന് നമ്മളാരും അങ്ങനെ പറയില്ല. അപ്പം നമ്മളടുത്ത് ഒരു ക്രിസ്ത്യാനിയായ ഒരാൾ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ ആ പ്രശ്നം ഉണ്ടാക്കിയ ആളുമായിട്ട് നമ്മൾ ഉടക്കുക എന്നല്ലാതെ, അതല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാക്കിയ ആളെ കൈകാര്യം ചെയ്യുക എന്നല്ലാതെ അയാളുടെ മതം പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളെല്ലാം ഇങ്ങനെയാണ് എന്ന രീതിയിലൊന്നും നമ്മൾ തലക്ക് വെളിവുള്ളവരിന്ന് സംസാരിക്കില്ല. പക്ഷേ ആ വെളിവൊന്നും ഈ ഖുർആൻ ഇറക്കിയ ചങ്ങാതിക്ക് ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് ഈ വൈരുദ്ധ്യങ്ങളെല്ലാം വന്നുപെട്ടത്. ഇനി അടുത്ത വിഷയം, നമ്മൾ 2ാമത് പറഞ്ഞ വിഷയം എങ്ങനെയാണ് മതം പ്രചരിപ്പിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഖുർആൻ്റെ നിലപാടെന്താണ് എന്നതാണ്. അതിൽ ഒരു സ്ഥലത്ത് പറയുന്നു, ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ യാതൊരു ബലപ്രയോഗവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് പറയുന്നു. ഇതൊക്കെ നമ്മൾ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ച വാക്യങ്ങളാണ്. 2-ാം അധ്യായത്തിലെ 256-ാം വാക്യത്തിലാണ് ദീനിൽ ബലപ്രയോഗമില്ല എന്ന് പറയുന്നത്.
ഈ ദീനിൽ ബലപ്രയോഗമില്ല എന്ന ഈ ആയത്ത് ഇറങ്ങിയ ഒരു പശ്ചാത്തലം തഫ്സീറുകളിൽ പറയുന്നത്, ഇത് ചില ജൂത ഗോത്രങ്ങളെ മദീനയിൽ നിന്ന് മുഹമ്മദ് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം അവരുടെ സ്വത്തും സമ്പത്തെല്ലാം ഉപേക്ഷിച്ച് നാട് വിട്ടോളാൻ പറഞ്ഞു. അവരെ നാട് കടത്തി. ബനു നദീർ എന്ന് പറയുന്ന ഗോത്രത്തെ അവരുടെ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുത്ത ശേഷം അവിടുന്ന് ഓടിച്ചു വിട്ടു. അങ്ങനെ നാട് കടത്തപ്പെടുന്ന ബനു നദീർ ഗോത്രക്കാരുടെ ഇടയിൽ മുഹമ്മദിനെ സഹായിച്ചിരുന്ന മദീനയിലെ അൻസാറുകളായ ഔസ് ഗോത്രക്കാരുടെയൊക്കെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഈ ജൂതന്മാരുടെ കൂടെ. കാരണം ഈ ഔസ് ഗോത്രത്തിലൊക്കെയുള്ള സ്ത്രീകൾ അവരുടെ ദാരിദ്ര്യം കാരണവും അവർക്ക് കുട്ടികളെ മര്യാദക്ക് വളർത്താൻ കഴിയാത്തത് കൊണ്ടും അവർ നേർച്ച നേർന്നിട്ട് ജൂതന്മാരെ ഏൽപ്പിച്ചിരുന്നു കുട്ടികളെ. അങ്ങനെ ജൂതന്മാർ ഇവരുടെയൊക്കെ കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തുകയും അവരെ ജൂതമതക്കാരാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ജൂതന്മാരുടെ കയ്യിൽ വളർത്താൻ ഏൽപ്പിച്ച ഈ അൻസാറുകളുടെ ഔസ് ഗോത്രക്കാരുടെയൊക്കെ മക്കൾ ജൂതമതം സ്വീകരിച്ച് ജൂതന്മാരുടെ കൂടെ ജീവിച്ചപ്പോൾ ആ ഗോത്രത്തെ നാട് കടത്തി. ആ നാട് കടത്തുമ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്യണം എന്നൊരു പ്രശ്നമുണ്ടായി. ഈ കുട്ടികൾ അവരുടെ കൂടെ പോകണമോ അതോ ആ കുട്ടികളെ ഈ ഔസ് ഗോത്രക്കാർ വീണ്ടെടുക്കണമോ എന്ന പ്രശ്നം. അപ്പോൾ ഈ ഔസ് ഗോത്രത്തിലുള്ള ആളുകൾ ആ കുട്ടികളെ കൂടെ ഞങ്ങൾക്ക് കിട്ടണം എന്ന രീതിയിൽ അഭിപ്രായം പറഞ്ഞു. അതേസമയത്ത് ആ കുട്ടികൾ ഈ ജൂതഗോത്രത്തിൻ്റെ കൂടെ പോകാനാണ് ഇഷ്ടപ്പെട്ടത്. അവരുടെ മാതാപിതാക്കളുടെ കൂടെ വരാനും അവരുടെ മതം ഉപേക്ഷിക്കാനും തയ്യാറായില്ല. അവർ ജൂതന്മാരായി തന്നെ അവരുടെ കൂടെ പോകാൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഉണ്ടായ ഒരു സന്ദർഭത്തിൽ മുഹമ്മദ് പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ എന്ത് നിലപാടെടുക്കണം എന്ന് ചിന്തിച്ചപ്പോൾ മുഹമ്മദിന് തോന്നി തൽക്കാലം ബലം പ്രയോഗിച്ച് ആ കുട്ടികളെ പിടിച്ചെടുക്കേണ്ട കാര്യമില്ല, അവരും പൊയ്ക്കോട്ടെ എന്നൊരു നിലപാടെടുത്തു. ആ ഒരു സന്ദർഭത്തിലാണ് മതത്തിൽ ബലപ്രയോഗമില്ല, അവർ പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞുള്ള ഈ ആയത്ത് ഇറങ്ങിയത് എന്നാണ് ഇതിൻ്റെ സബബുൻ നുസൂൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ദീനിൽ ബലപ്രയോഗമില്ല എന്ന ഒരു മുത്ത് ഖുർആനിൽ നിന്ന് നമുക്ക് വീണ് കിട്ടിയത്. ഇനി യുക്തിപരമായി സംവാദം നടത്തിയാൽ മതി, തത്വദീക്ഷയോടുകൂടി യുക്തിദീക്ഷയോടുകൂടി സമാധാനത്തോടുകൂടി സംവാദമൊക്കെ നടത്തിയിട്ട് ഉത്ബോധനം നടത്തിയാൽ മതി, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യേണ്ട എന്ന് പറയുന്ന 16-ാം അധ്യായത്തിലെ 126-ാം വാക്യമാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരു വാക്യം. അപ്പോൾ സംവാദത്തിലൂടെയും യുക്തിപരമായിട്ടുള്ള നിലപാടിലൂടെയും ജനാധിപത്യപരമായിട്ടും ആണ് ആശയപ്രചരണം നടത്തുകയാണ് വേണ്ടത് മതം പ്രചരിപ്പിക്കാൻ എന്ന 16-ാം അധ്യായത്തിലെ 126-ാം വാക്യം അവതരിക്കപ്പെട്ട സന്ദർഭം ഏതാണ് എന്ന് പരിശോധിച്ചാൽ ആ സന്ദർഭം മുഹമ്മദ് അത്യാവശ്യം നന്നായി പണി കിട്ടിയ ഒരു സമയത്ത് ഇറക്കിയതാണ് ഈ വാക്യം എന്നാണ് പറയുന്നത്. മുഹമ്മദിന് പണി കിട്ടിയത് ബദർ യുദ്ധത്തിന് ശേഷം നടന്ന ഉഹുദ് യുദ്ധത്തിലാണ്. ബദറിൽ 70ഓളം പേരെ മുഹമ്മദും കൂട്ടരും കൊന്നു മക്കക്കാരെ. അതിന് പകരം വീട്ടാൻ വേണ്ടി അവർ വന്ന് നടത്തിയ യുദ്ധമാണ് ഉഹുദ്. ആ യുദ്ധത്തിൽ കൃത്യമായിട്ട് 70 പേരെ കൊന്ന് അവർ തിരിച്ചുപോയി. ആ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ മുഹമ്മദിൻ്റെ പ്രിയപ്പെട്ടവർ പലരും ഉണ്ടായിരുന്നു. എളാപ്പ ഹംസ ഉണ്ടായിരുന്നു. അങ്ങനെ ഹംസയുടെ ശരീരമൊക്കെ അവർ വളരെ വികൃതമാക്കി പ്രതികാരം ചെയ്തു. കാരണം ഹംസ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ അതുപോലെ ചെയ്തിരുന്നു. അതിന് പകരമായിട്ട് കരളൊക്കെ കുത്തി ചോർന്നെടുത്തു, ലിംഗമടക്കം മുറിച്ച് വികൃതമാക്കിയ ഒരു മൃതദേഹം. അതൊക്കെ കണ്ടപ്പോൾ മുഹമ്മദിന് വലിയ വിഷമം തോന്നി. മുഹമ്മദ് ആകെ മാനസികമായി തളർന്നു. ആ സമയത്ത് മുഹമ്മദിൻ്റെ കൂടെയുള്ള ചില ആൾക്കാർ ഇതിന് പകരം വീട്ടണം എന്നുള്ള ആ ഒരു പ്രതികാര ബുദ്ധിയൊക്കെ പ്രകടിപ്പിച്ചു. ഒരു വേള മുഹമ്മദിന് തന്നെ പ്രതികാര ബുദ്ധി മനസ്സിൽ തോന്നി. പക്ഷേ മുഹമ്മദ് കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധം വീണ്ടെടുത്തുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ പ്രതികാരത്തിൻ്റെ കാര്യങ്ങളൊന്നും അല്ല പറയേണ്ടത്, ഇനി നമ്മൾ കുറച്ച് കാലത്തേക്ക് സമാധാനപരമായിട്ടുള്ളൊരു മാർഗ്ഗമൊക്കെ സ്വീകരിച്ചാൽ മതി എന്ന് അപ്പം മുഹമ്മദിന് തോന്നി യുദ്ധത്തിൽ തോറ്റാമ്പിയപ്പോൾ. ആ സമയത്താണ് ഈ യുക്തിപരമായ സംവാദം നടത്തിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ 16-ാം അധ്യായത്തിലെ 126-ാമത്തെ വാക്യം അവതരിച്ചത്. അങ്ങനെ യുദ്ധത്തിൽ മുഹമ്മദ് തോറ്റത് കൊണ്ടാണ് ഒരു ജനാധിപത്യ ബോധം മുഹമ്മദിനുണ്ടായത്. ആ സമയത്താണ് അള്ളാഹുവിനും അങ്ങനെ ഒരു ബോധം ഉണ്ടായത്. അങ്ങനെ ഇറക്കിയതാണ് ഈ സംവാദം നടത്തിയാൽ മതി എന്ന് പറയുന്ന ആയത്ത് എന്നാണ് പറയുന്നത്. ഇനി ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയ സൂറത്തുൽ കാഫിറൂൻ എന്ന അധ്യായം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കില്ല, ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കില്ല എന്ന് പറയുന്ന സൂറത്തുൽ കാഫിറൂൻ. ഇതൊക്കെ നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ തന്നെ വ്യക്തമായിട്ടും വിശദമായിട്ടും ചർച്ച ചെയ്ത അധ്യായമാണ്. അത് അവതരിച്ച സന്ദർഭം എന്ന് പറയുന്നത് മക്കക്കാർ മുഹമ്മദിൻ്റെ മുമ്പിൽ ഒരു നിർദ്ദേശം വെച്ചു. ഞങ്ങളുടെ
ലാത്തയും ഉസ്സയും ഉൾപ്പെടെയുള്ള ദൈവങ്ങളും അള്ളാഹുവും ഈ എല്ലാ ദൈവങ്ങളെയും കൂടെ ചേർന്ന് നമുക്ക് കുറച്ചു കാലം ആരാധിച്ച് നോക്കാം. എന്നിട്ട് അതേ പീരീഡ് അത്ര തന്നെ കാലം നമ്മൾ അള്ളാഹുവിന് ഒറ്റക്കൊന്ന് ആരാധിച്ച് നോക്കാം. എന്നിട്ട് ഏത് പീരീഡിലാണോ നമുക്ക് കൂടുതൽ ഗുണം കിട്ടുന്നത് എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ഭാവിയിൽ അള്ളാഹു മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്നുള്ള വളരെ യുക്തിപരമായിട്ട് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും യുക്തിസഹമായിട്ടുള്ള ഒരു പരീക്ഷണം അവർ നിർദ്ദേശിച്ചപ്പോൾ മുഹമ്മദ് അത് സ്വീകരിക്കാതെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എൻ്റെ മതം, ഞാൻ അങ്ങനത്തെ പരീക്ഷണത്തിനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മുഹമ്മദ് അവിടുന്ന് തടിയെടുക്കുന്നതാണ് സൂറത്തുൽ കാഫിറൂൻ. ആ സൂറത്തുൽ കാഫിറൂനിലാണ് ലക്കും ദീനുക്കും വലിയത്, നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ഇതൊക്കെ മക്കയിലെ ആദ്യകാലത്ത് മുഹമ്മദിന് കാര്യമായ ശക്തിയും ബലവും ഒന്നും ഇല്ലാത്ത സമയത്ത് പറഞ്ഞതാണ്. ഈ സൂറത്തുൽ കാഫിറൂനൊക്കെ പിന്നെ മക്കയിലെ തൗബ അധ്യായമൊക്കെ ഇറങ്ങിയതോടുകൂടി ക്യാൻസലായി പോയിട്ടുണ്ട് എന്നാണ് തഫ്സീറുകളിൽ തന്നെ പറയുന്നത്. അതാണ് കാഫിറൂൻ ഇറങ്ങിയ ലക്കും ദീനുക്കും വലിയദീൻ ഇറങ്ങിയ സന്ദർഭം. അപ്പോൾ ഈ പറഞ്ഞ ഈ 2-3 വാക്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ വായിച്ചാൽ ഇസ്ലാം വളരെ സമാധാനപരമായൊരു മതമാണെന്നും ജനാധിപത്യമാണത് ഉൾക്കൊള്ളുന്നത് എന്നും സംവാദങ്ങളിലൂടെയാണ് മതം പ്രചരിപ്പിക്കേണ്ടത് എന്നൊക്കെയാണ് ഇപ്പോൾ ഈ 2-3 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് മതം വാളുകൊണ്ട് അടിച്ചേൽപ്പിക്കണം എന്ന് പറയുന്ന 100 കണക്കിന് വെളിപാടുകളാണ്. തൗബ എന്ന് പറയുന്ന 9-ാം അധ്യായത്തിലൊക്കെ പറയുന്നത് മറ്റുള്ളവരെ മുഴുവൻ വാളെടുത്ത് യുദ്ധം ചെയ്ത് കീഴടക്കി കൊള്ളണം, ഒന്നുകിൽ അവർ മതം മാറുക അല്ലെങ്കിൽ അവർ ജസിയ തന്ന് കീഴടങ്ങുക, ഈ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന രീതിയിലാണ് പിന്നീട് പറയുന്നത്. അതാണ് പിന്നെ ഖുർആനിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. മറ്റേത് 2-3 വാക്യങ്ങളുള്ളതെങ്കിൽ ഇത് 100 കണക്കിന് വാക്യങ്ങളാണ് വാളെടുത്തിട്ട് വെട്ടാൻ പറയുന്നത്. അത് 9-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും ഒക്കെ നമുക്ക് കാണാം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അപ്പോൾ വാളുകൊണ്ടാണോ മതം പ്രചരിപ്പിക്കേണ്ടത് അതോ യുക്തിപരമായിട്ടും സംവാദത്തിലൂടെയും ജനാധിപത്യപരമായിട്ടും ആണോ എന്ന് ഈ ചോദ്യത്തിന് 2 ഉത്തരവും ഖുർആനിലുണ്ട്, പരസ്പര വിരുദ്ധമായിട്ട് പറയുന്നു. ഇനി വിശ്വാസികളും അവിശ്വാസികളുമായി വേർതിരിയുന്ന കുടുംബക്കാർ എന്ത് ചെയ്യണം? ഒരു കുടുംബത്തിൽ തന്നെ കുറച്ച് പേര് വിശ്വാസികളും ബാക്കിയുള്ളവർ അവിശ്വാസികളുമാണെങ്കിൽ ആ കുടുംബ ബന്ധം നിലനിർത്തണോ വേണ്ടേ? ഈ കാര്യത്തിലും ഖുർആൻ പരസ്പര വിരുദ്ധമായ നിലപാടുകളാണ് അവതരിപ്പിക്കുന്നത്. ഒരു സ്ഥലത്ത് പറയുന്നത് അവരുമായിട്ടുള്ള രക്തബന്ധം തന്നെ മുറിച്ച് കളയുക എന്നാണ്. 9-ാം അധ്യായത്തിലെ 23-ാം വാക്യത്തിൽ പറയുന്നത് മാതാപിതാക്കളുമായിട്ടുള്ള രക്തബന്ധം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പോകണമെന്നാണ്. ഇത് പറയുന്ന സന്ദർഭം മക്കയിൽ നിന്ന് മുഹമ്മദ് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ച സമയത്ത് മക്കയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളായിട്ടുള്ള മുഹമ്മദിൽ വിശ്വസിച്ച കുറച്ച് ആൾക്കാർ അവരുടെ കുടുംബ ബന്ധങ്ങളും കച്ചവട ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായില്ല. അങ്ങനെ തയ്യാറാവാതെ നിന്നപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടി നിർബന്ധിച്ച് ഹിജ്റ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് 9:23. നിങ്ങൾ കച്ചവടമൊന്നുമല്ല, നിങ്ങൾ രക്തബന്ധമൊന്നുമല്ല പ്രധാനം, അതിനൊക്കെ പ്രധാനം അള്ളാൻ്റെ മാർഗത്തിലുള്ള സമരവും അള്ളാൻ്റെ മാർഗത്തിലുള്ള പലായനവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ രക്തബന്ധങ്ങൾ പോലും മുറിച്ച് കളയണമെന്ന് പറഞ്ഞു. 9-ാം അധ്യായത്തിൽ 23-24 ഈ രക്തബന്ധം തുടരണം എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ വലിയ ധിക്കാരികളാണ്, അക്രമികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തിറക്കുന്നത്. എന്നാൽ 29-ാം അധ്യായത്തിലെ 8-ാം വാക്യത്തിൽ മറ്റൊരു നിലപാടാണ് പറയുന്നത്. മാതാപിതാക്കളോടും അതുപോലെ രക്തബന്ധുക്കളോടും നിങ്ങൾ ആ രക്തബന്ധവും ബന്ധങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് സാധാരണ പോലെ സ്നേഹബന്ധം തുടരേണ്ടതുണ്ട്. അവർ നിങ്ങളെ ശിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുകയാണെങ്കിൽ അതുമാത്രം നിങ്ങൾ അനുസരിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. രക്തബന്ധം ഉപേക്ഷിച്ച് പോകണം എന്നല്ല, ശിർക്ക് മാത്രം അവർ പറഞ്ഞാൽ കേൾക്കരുത്. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഒരു മാതാവിനോടും പിതാവിനോടുള്ള എല്ലാ ബാധ്യതകളും നിറവേറ്റുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് സഅദ് ഇബ്നു അബി വക്കാസ് ആണ് തോന്നുന്നു. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉമ്മ നിരാഹാരവ്രതം ഇരുന്നു പ്രതിഷേധിച്ചുകൊണ്ട്, നീ അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ ഞാൻ വെള്ളവും ഭക്ഷണവും കഴിക്കില്ല, വീട്ടിൽ കയറൂല എന്ന് പറഞ്ഞുകൊണ്ട് വെയിലത്തിരിക്കാൻ തുടങ്ങി. അങ്ങനെ 2 ദിവസം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വെയിലത്തിരുന്ന് അമ്മ തളർന്ന് മരിക്കാറായി. അമ്മയുടെ ഡിമാൻഡ് ഇവൻ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞ് പഴയ മതത്തിലേക്ക് വരണമെന്നായിരുന്നു. ഉമ്മാനെ ഇങ്ങനെ പട്ടിണി കിടന്ന് കൊല്ലാൻ കൊടുക്കണോ അതോ ഉമ്മാൻ്റെ ഡിമാൻഡ് അംഗീകരിച്ച് ഞാൻ കറുവാപ്പസി നടത്തണോ? ഈ ഒരു പ്രശ്നവുമായിട്ട് സഅദ് ഇബ്നു അബി വക്കാസ് മുഹമ്മദിൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് മുഹമ്മദ്
ഈ ആയത്തിറക്കിയത് 29:8. നീ ഉമ്മാനെ നല്ലോണം നോക്കണം, ഉമ്മാനായിട്ടുള്ള ബന്ധമൊന്നും ഉപേക്ഷിക്കണ്ട, നീ സിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അത് മാത്രം അനുസരിക്കാതെ സൂത്രത്തിൽ ഉമ്മാനെ കൂടെ നിർത്തിയാൽ മതി എന്ന ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നിലപാട് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞത് ഹിജ്റ പോകാൻ നേരത്ത് കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞവരോട് പറഞ്ഞത് നിങ്ങൾ അക്രമികളാണ്, കൂടെ വരണം നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് ആയത്തിറക്കി. ഇവിടെ സഅദ് ഇബ്നു അബീ വക്കാസിൻ്റെ ഉമ്മ നിരാഹാരം ഇരുന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഉമ്മാൻ്റെ കൂടെ തന്നെ നിന്നോ, ഉമ്മാനെ നല്ലോണം നോക്കിക്കോ, പക്ഷേ സിർക്ക് മാത്രം ഉമ്മ പറഞ്ഞത് കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു നിലപാട് എടുത്തതായിട്ട് കാണും. ഇതേ കാര്യം തന്നെ 31-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തിലും നമുക്ക് കാണാം. ഇങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ മുഹമ്മദിൻ്റെ അള്ളാഹു പരസ്പര വിരുദ്ധമായ ആയത്തുകൾ ഇറക്കിയിട്ടുള്ളത്. ഇതാണ് ഖുർആനിൽ ഇത്രയേറെ വെളിപാടുകളിൽ ഇത്രയേറെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവാൻ കാരണം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം മനുഷ്യർക്ക് വേണ്ടി കൊടുത്തയച്ച ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ എന്ന വിശ്വാസത്തിൻ്റെ കടക്കിൽ കത്തിവെക്കുന്നതാണ് ഖുർആനിൽ പറയുന്ന ഈ വിരോധാഭാസങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങൾ. കാരണം ദൈവം ഒരിക്കലും ഇങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ കൂട്ടിക്കുഴച്ച് ഒരു പുസ്തകം ഉണ്ടാക്കി കൊടുത്തയക്കില്ല. ദൈവം ലോകാവസാനം വരെ മനുഷ്യരെങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാനാണ് പുസ്തകം കൊടുത്തയച്ചെങ്കിൽ ഓരോ കാര്യത്തിലും വളരെ കൃത്യവും ലളിതവുമായിട്ടുള്ള ഒരു നിലപാട് വിശദീകരിച്ചിട്ടുണ്ടാവണം. അത് വളരെ ക്രമമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവണം. അതിലൊരിക്കൽ പറഞ്ഞതിന് വിരുദ്ധമാണ് എന്ന് നമുക്ക് സംശയം തോന്നുന്ന ഒരു വാക്യം പോലും അതിലുണ്ടാവാൻ പാടില്ല. എന്നാൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് അനുഭവിച്ച കാര്യങ്ങൾക്കനുസരിച്ച് അപ്പോൾ ശരിയായെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരസ്പര വിരുദ്ധമായിട്ട് വരും, അതിൽ വൈരുദ്ധ്യങ്ങളുണ്ടാവും. അത് ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത് എന്നുപോലും ഈ പുസ്തകത്തിലില്ല എന്നതുകൊണ്ട് ഈ വാക്യങ്ങൾ മാത്രം ക്രോഡീകരിച്ച് പുസ്തകമാക്കിയപ്പോൾ അത് വളരെ പ്രകടമായ വൈരുദ്ധ്യങ്ങളായിട്ട് മാറി. അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങളൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ വിശ്വാസ സംരക്ഷകരായിട്ടുള്ള മതപണ്ഡിതന്മാർ നമ്മളോട് പറയുക, നിങ്ങൾ സന്ദർഭം മനസ്സിലാക്കാഞ്ഞിട്ടാണ് വൈരുദ്ധ്യം തോന്നുന്നത് എന്നാണ്. അത് ശരിയാണ്. സന്ദർഭം മനസ്സിലാക്കിയാൽ വൈരുദ്ധ്യത്തിൻ്റെ കാരണം നമുക്ക് പിടികിട്ടും. പക്ഷെ സന്ദർഭം മനസ്സിലാക്കിയാലും ഇത് വൈരുദ്ധ്യമല്ലാതായി മാറുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. മതം വിശ്വസിക്കുന്ന ഒരാൾ വിശ്വസിക്കാത്ത തൻ്റെ കുടുംബ ബന്ധങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ ലോകത്ത് ഇന്നും മുസ്ലിങ്ങൾക്കിടയിൽ നിലപാടുകൾ വ്യത്യസ്തമാണ്. പലരും പല നിലപാടുകളാണ് എടുക്കുന്നത്. അതിൻ്റെ പേരിൽ ഗ്രൂപ്പിസവും തമ്മിലടിയും നമുക്ക് കാണാം. ചില ആൾക്കാർ ഒരാൾ മതം ഉപേക്ഷിച്ചു പോയാൽ അയാളുമായിട്ടുള്ള കുടുംബ ബന്ധം ഉപേക്ഷിക്കണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ അയാളെ പിന്നെ അടുപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതല്ലെങ്കിൽ ഒരാൾ മറ്റൊരു മതത്തിൽ നിന്ന് മതം മാറി ഇങ്ങോട്ട് വന്നാൽ, ഇപ്പോൾ അഖില ഹാദിയയായി ഇങ്ങോട്ട് വന്നപ്പോൾ അഖിലയുടെ അച്ഛനെയും അമ്മയെയും രക്തബന്ധം ഉപേക്ഷിച്ച് പോകണം എന്ന് പറയുന്നതാണോ, അതല്ല അവരുമായിട്ട് സ്നേഹബന്ധം തുടരുകയും അവരെ കൂടി മെല്ലെ സോപ്പിട്ട് ഈ മതം മാറ്റാൻ ശ്രമിക്കുകയുമാണോ വേണ്ടത് എന്ന രണ്ട് നിലപാടും ഇസ്ലാമിലുണ്ട്. തിരിച്ചാണെങ്കിൽ തിരിച്ച് ഒരു ഹാദിയ അങ്ങോട്ട് അഖിലയായിട്ടാണ് പോയതെങ്കിൽ പിന്നെ ഈ അച്ഛനമ്മമാർ പിന്നെ ആ മകളുമായിട്ട് ബന്ധം തുടരണോ വേണ്ടേ? അവിടെ ആർക്കും വലിയ സംശയമൊന്നുമില്ല, പിന്നെ തുടരാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങോട്ടാണ് പോയതെങ്കിൽ പിന്നെ ബന്ധം ഉപേക്ഷിക്കണം. ഇങ്ങോട്ടാണ് വന്നതെങ്കിൽ അവരെ കുറച്ചു കാലത്തേക്ക് ബന്ധം നിലനിർത്തിയാലും കുഴപ്പമില്ല എന്നതാണ് നിലപാട്. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മുസ്ലിം ആവുകയും വേറൊരാൾ വേറെ മതത്തിലും ആവുകയാണെങ്കിൽ അവർ തമ്മിലുള്ള കുടുംബ ബന്ധം നിലനിർത്തണോ വേണ്ടേ? അതിന് കൃത്യമായ ഉത്തരം ഖുർആനിലില്ല. വേണമെന്നും പറയുന്നു, വേണ്ടാന്നും പറയുന്നു. അപ്പോൾ ഏത് നിലപാടെടുക്കും? ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും കൂട്ടുകാരാക്കാമോ? ആക്കാൻ പാടില്ലേ? അതിൽ പാടുണ്ട് എന്നും പാടില്ല എന്നും പറയുന്നു. ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പോയിട്ട് മുസ്ലിം കല്യാണം കഴിക്കാമോ? കല്യാണം കഴിക്കാമെന്ന് പറയുന്നു, കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ നിലപാടുകൾ വ്യത്യസ്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ലോകാവസാനം വരെ ക്രിസ്ത്യാനികൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഞാൻ ഇളക്കി വിടുന്നു എന്ന് എഴുതി വെച്ച ഖുർആനിൽ യഥാർത്ഥത്തിൽ ശത്രുതയും വിദ്വേഷവും ഇളക്കി വിട്ടത് ക്രിസ്ത്യാനികൾക്കിടയിലല്ല, മുസ്ലിങ്ങൾക്കിടയിലാണ്. കാരണം മര്യാദക്കൊരു കാര്യവും പറഞ്ഞു കൊടുക്കാതെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനും തമ്മിൽ തല്ലാനും ഇടയാക്കുന്ന വിധത്തിൽ വൈരുദ്ധ്യങ്ങൾ കുത്തിനിറച്ച് ഒരു പുസ്തകം കൊടുത്തയച്ച ദൈവം സ്വന്തം സമുദായത്തെ, സ്വന്തം മതക്കാരെയാണ് ശത്രുതയിലും വിദ്വേഷത്തിലും തമ്മിൽ തല്ലിലും
കൊണ്ടുപോയി ചാടിച്ചിട്ടുള്ളത് ക്രിസ്ത്യാനികളെയല്ല. ക്രിസ്ത്യാനികൾ അങ്ങനെ ആക്കി എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷേ ലോകാവസാനം വരെ തമ്മിലടി നടക്കുന്നത് ക്രിസ്ത്യാനികളിൽ മാത്രമല്ല, അതിനേക്കാളും വലിയ തമ്മിലടി മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. കാരണം ഖുർആൻ വായിച്ചാൽ ഒരു ഭീകരവാദിക്ക് ഭീകരവാദത്തിൻ്റെ വഴിയിൽ പോകാം, ഒരു സമാധാന ജനാധിപത്യവാദിക്ക് ആ വഴിയിലും പോകാം. എല്ലാം ഇതിനകത്തുണ്ട്. സർവമത സത്യവാദം പറയുന്ന സേവനൂർ മൗലവിക്ക് ഇതിൽ ആയത്തുണ്ട്. എന്നാൽ കാണുന്നിടത്ത് വെച്ച് മറ്റുള്ളവരൊക്കെ വെട്ടിക്കൊല്ലണം അല്ലെങ്കിൽ ഹിജ്റ പോകണം എന്ന് പറയുന്ന ആയത്തുണ്ട്. അത് അവർക്ക് തീവ്രവാദികൾക്ക് ഭീകരവാദികൾക്ക് ISISകാർക്ക് അവർക്ക് വേണ്ടതും ഇതിനകത്തുണ്ട്. അപ്പോൾ തമ്മിലടുപ്പിക്കുന്നത് ആരാണ്? ഈ അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ കിതാബാണ്. അതാണ് വൈരുദ്ധ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ സന്ദർഭം മനസ്സിലാക്കിയതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല. സന്ദർഭം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുക? ഓരോ സന്ദർഭത്തിലും ഓരോ നിലപാടാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോഴും തർക്കത്തിന് യാതൊരു കുറവും വരില്ല. ഇപ്പോഴത്തെ സന്ദർഭം ഏതാണ്? ഇപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം എന്താ ചെയ്യേണ്ടത്? ഹിജ്റ പോയിട്ട് ഇന്ത്യനെ ആക്രമിക്കുകയാണോ വേണ്ടത്? അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. അവരാണ് സിറിയയിലേക്ക് കാടുമേക്കാൻ പോയത്. എന്നാൽ ഇന്ത്യയിലെ ജനാധിപത്യപരമായിട്ട് ഇവിടെ സമാധാനപരമായിട്ട് ജീവിച്ചാൽ മതി, നമ്മളിങ്ങനെ ഉത്ബോധനം നടത്തിയാൽ മതി എന്ന് പറയുന്നവരുണ്ട്. ആ ഉത്ബോധനം പോലും നടത്താൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ വിവിധ നിലപാടുകൾ എടുക്കേണ്ടി വരും. കാരണം ഇതിനകത്ത് കൃത്യമായ നിലപാടില്ല എന്നുള്ളതാണ്. ഇനി ഖുർആനിൽ ഒരായത്ത് ഇറക്കിയാൽ ആ ആയത്തിന് ആരും ഒരു മാറ്റം വരുത്തില്ല എന്ന് പറയുന്നുണ്ട് ഖുർആനിൽ ഒരു സ്ഥലത്ത്. പക്ഷേ അതേ ഖുർആനിൽ അള്ളാഹു തന്നെ മാറ്റം വരുത്തിയ കഥ പറയുന്നുണ്ട്. പിശാച് വന്ന് മാറ്റം വരുത്തിയ കഥ പറയുന്നുണ്ട്. ഇനി അള്ളാഹു തന്നെ ഒരായത്ത് ഇറക്കി പുലിവാല് പിടിച്ച തമാശ ഞാൻ കഴിഞ്ഞ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു. നിലമ്പൂരിൽ നടത്തിയൊരു പ്രഭാഷണത്തിലും പിന്നീട് ഞാൻ നമ്മളെ വീഡിയോയിലും പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? 21-ാം അധ്യായത്തിലെ 98-ാമത്തെ വാക്യം ഇറക്കി അള്ളാഹു പുലിവാല് പിടിച്ചിട്ട് അവസാനം ആ പുലിവാലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 2 ആയത്ത് ഇറക്കേണ്ടി വന്നു. ആ കഥയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അന്യ മതക്കാർ ആരാധിക്കുന്ന ദൈവങ്ങളെ എല്ലാം നരകത്തിലെ വിറകാക്കും എന്നാണ് ഈ 21-ാം അധ്യായത്തിലെ 98-ാം വാക്യത്തിൽ പറയുന്നത്. അന്യരുടെ ആരാധനാ വിഗ്രഹങ്ങളെയും അന്യർ ആരാധിക്കുന്നവയെയും നരകത്തിലെ വിറകാക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ മക്കക്കാർ മുഹമ്മദിനെ വളഞ്ഞിട്ട് പിടിച്ചിട്ട് മുഹമ്മദിനോട് ചോദിച്ചു, അപ്പോൾ ഈസാ നബി നരകത്തിൽ പോവില്ലേ, ഉസൈർ നബി നരകത്തിൽ പോവില്ലേ, മലക്കുകൾ നരകത്തിൽ പോവില്ലേ എന്ന് ചോദിച്ചു. കാരണം അവരെയൊക്കെ ആരാധിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ മുഹമ്മദിന് മനസ്സിലായി പറഞ്ഞത് പൊട്ടത്തരാണെന്ന് മനസ്സിലായി. മുഹമ്മദ് വീട്ടിൽ പോയി ആലോചിച്ചിട്ട് പിന്നെ വേറൊരായത്തിറക്കി. ആ ആയത്തിൽ എന്താ പറഞ്ഞത്? 21-ാം അധ്യായത്തിലെ 101-ാം ആയത്തിൽ പറഞ്ഞ് അതിപ്പം മുമ്പ് സന്മാർഗം നൽകിയിട്ടുള്ളവരൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിനെയും മലക്കുകളെയും ഉസൈറിനെയൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് 2ാമതൊരു ആയത്തിറക്കി. പക്ഷേ മക്കക്കാർ വളരെ സ്പെസിഫിക് ആയിട്ട് മുഹമ്മദിനോട് ചോദിച്ചതാണ്, ലാത്തി ഉസയും മനാത്തിയും വിഗ്രഹങ്ങളും മാത്രമല്ല ആരാധിക്കുന്നവരെല്ലാവരും നരകത്തിലാവുമോ എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാണ് മുഹമ്മദിനെ വെട്ടിലാക്കാൻ വേണ്ടി. അങ്ങനെ ചോദിച്ചപ്പോഴും എല്ലാവരും നരകത്തിലാവും എന്ന് മുഹമ്മദ് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂക്കി വിളിച്ച് കളിയാക്കി ചിരിച്ചിട്ടാണ് പറഞ്ഞത്, അപ്പോൾ ഈസാ നബി നരകത്തിൽ പോവില്ലേ, ഉസൈർ നരകത്തിൽ പോവില്ലേ, മലക്കുകൾ നരകത്തിൽ പോവില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അയ്യടാ മണ്ടത്തരമല്ല പറഞ്ഞത് എന്ന് മുഹമ്മദിന് ബോധ്യമായത്. ആ മണ്ടത്തരം പോയി തിരുത്തിയതാണ് പിന്നെ 21-ാം അധ്യായത്തിലെ 101-ാമത്തെ വാക്യം. അതിൽ കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ ഒഴിവാക്കിയിരിക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പ്രശ്നം അവിടെ തീർന്നില്ല. ഈ അന്യരുടെ ദൈവങ്ങൾ നരകത്തിലെ വിറകായിരിക്കുമെന്ന് ആയത്തിറക്കിയപ്പോൾ മക്കക്കാർ വളരെ പ്രകോപിതരായി. മക്കയിലെ പ്രമാണിമാർ അബൂ താലിബിൻ്റെ അടുത്ത് വന്നിട്ട് പരാതി പറഞ്ഞു, മുഹമ്മദ് നമ്മളെ ദൈവങ്ങളെങ്ങനെ തെറി വിളിച്ച് നടക്കുകയാണ്, ഓനോട് ഇത് നിർത്തണം എന്ന് പറയണം, ഓൻ നമ്മളെ ദൈവങ്ങളെ ഇങ്ങനെ അവഹേളിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ഓൻ്റെ ദൈവത്തിനെ നമ്മളും അവഹേളിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അബൂ താലിബിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. അബൂ താലിബ് മുഹമ്മദിനെ വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വെച്ച് കാര്യങ്ങൾ പറഞ്ഞ് മുഹമ്മദിനെ ബോധ്യപ്പെടുത്തി. മുഹമ്മദിന് തെറ്റ് ബോധ്യമായിട്ട് മുഹമ്മദിൻ്റെ അള്ളാഹു ആ തെറ്റ് തിരുത്തിക്കൊണ്ട് ആയത്തിറക്കി. അതാണ് 6-ാം അധ്യായത്തിലെ 108-ാമത്തെ വാക്യം. എന്താണ് ആയത്ത്? നിങ്ങൾ ഓല ദൈവങ്ങളെ ശകാരിക്കാൻ പോകരുത്, ഓല ദൈവങ്ങളെ ശകാരിക്കാൻ പോയാൽ ഓല് നമ്മളെ ദൈവത്തിനെ ഇങ്ങോട്ടും ശകാരിക്കും എന്ന് പറഞ്ഞിട്ടൊരു ആയത്തിറക്കി. അപ്പോൾ ആരാണ് ഓല ദൈവത്തിനെ ശകാരിക്കാൻ പോയത്? ഈ ആയത്തിറക്കിയ അതേ അള്ളാഹുവാണ്, മുഹമ്മദല്ല, ഖുർആൻ അനുസരിച്ച്. അപ്പോൾ അള്ളാഹു ഓല ദൈവങ്ങളെ തെറി പറഞ്ഞുകൊണ്ട് ആയത്തിറക്കിയിട്ട് അവർ മുഹമ്മദിനെ പിടിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അബൂ താലിബ് വിളിച്ചുകൊണ്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ ആ തെറി വിളിച്ച അതേ അള്ളാഹു ഓല തെറി വിളിക്കരുത് എന്നും പറഞ്ഞിട്ട് അത് തിരുത്തിക്കൊണ്ട് ആയത്തിറക്കി. ഇതുപോലെയുള്ള കോമഡികളാണ് ഖുർആനിലെ വെളിപാടറക്കലുകളുടെ സന്ദർഭവും ചരിത്രവും എന്ന് പറയുന്നത്. ഇതാണ് ഖുർആനിൽ വൈരുദ്ധ്യങ്ങളുണ്ടാവാൻ കാരണം.
അപ്പോൾ ഒരായത്തിറക്കുക, അത് മണ്ടത്തരാണെന്ന് നാട്ടുകാർ ബോധ്യപ്പെടുത്തുമ്പോൾ അത് പോയി തിരുത്തിയിട്ട് വേറൊന്നിറക്കുക, എന്നിട്ട് അതിനെ കളിയാക്കിയിട്ട് അതിന് ഒരായത്തിറക്കും. അവരതാ പറയുന്നു, ഞാൻ ഒരായത്തിറക്കിയിട്ട് അതിനെക്കാട്ടിലും മെച്ചപ്പെട്ടത് വേറെ മാറ്റി ഇറക്കുമ്പോൾ ഓല ഇത് വെറും പൊട്ടത്തരാണെന്ന് ഓല വിളിച്ചു പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് മറുപടി പറഞ്ഞിട്ട് വീണ്ടും ആയത്തിറക്കേണ്ട ഗതികേട്, ഇതൊക്കെയാണ് ഖുർആനിലുള്ളത്. ഒരു സർവജ്ഞാനിയും സർവശക്തനും ഒക്കെ ആയിട്ടുള്ള ഒരു പടച്ചോന് ഒരു കാര്യം പറഞ്ഞിട്ട് അത് മണ്ടത്തരാന്ന് ബോധ്യപ്പെട്ടിട്ട് തിരുത്തേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവുമോ? എത്ര മണ്ടത്തരങ്ങളാണ് ഖുർആനിൽ മൂപ്പര് വെട്ടിത്തിരുത്തിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തായതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. ഇതാണ് ഖുർആനിലെ വൈരുദ്ധ്യങ്ങളുടെ അവസ്ഥ, വൈരുദ്ധ്യങ്ങൾ വരാനുള്ള കാരണം. ഖുർആൻ ഒരു പടച്ചതമ്പുരാനും ഇറക്കിയ പുസ്തകമല്ല, ഒരു സാമാന്യ വിവരവും വിവേകവും വെളിവുള്ള ഒരു മനുഷ്യൻ ഇറക്കിയതുപോലും അല്ല. ഇതൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ജീവിച്ചു. അയാൾ മരിച്ചുപോയതിന് ശേഷം അതെല്ലാം കൂടെ വാരിക്കൂട്ടി അനുയായികൾ കൂട്ടി തെന്നി ഒരു പുസ്തകം ഉണ്ടാക്കി. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഖുർആൻ എന്ന് പറയുന്നത്. അതാണ് ഇന്ന് കോടിക്കണക്കിന് മനുഷ്യർ അവരുടെ വിശുദ്ധ വേദഗ്രന്ഥമായിട്ട് കൊണ്ടു നടക്കുന്നത്. ഇതാണ് ചരിത്രത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്.